ലോകകപ്പിലെ ബ്രസീൽ മൊറോക്കോ പോരാട്ടത്തിന്റെ വിശേഷങ്ങളോടുകൂടിയാണ് ഇന്നത്തെ ദിനം തുടങ്ങുന്നത്. ബ്രസീൽ മൊറോക്കോ മത്സരം പുരോഗമിക്കുകയാണ്. അത് ഇഞ്ചുറി ടൈമിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. ബ്രസീലിന് അവർക്ക് അവരുടെ ആദ്യ മത്സരത്തിൽ ജയം നേടാനാകുമോ, ഈ സമനില കൊണ്ട് നിരാശപ്പെടേണ്ടി വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ മത്സരം ഇഞ്ചുറി ടൈമിൽ പാതിയും പിന്നിട്ടിരിക്കുകയാണ്. 10 മിനിറ്റാണ് എക്സ്ട്രാ ടൈമായി ഇഞ്ചുറി ടൈമായി നൽകിയിരിക്കുന്നത്. അതിൽ ഇപ്പോൾ 6 മിനിറ്റോളമായി ഇട്ടുണ്ട്. എന്തായാലും ബ്രസീലിന് അവരുടെ ഇതുവരെയുള്ള പ്രകടനം, ഈ മത്സരത്തിൻ്റെ ഇതുവരെയുള്ള റിസൾട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു നിരാശ അല്ലെങ്കിൽ സങ്കടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ലോകോത്തര ടീം, 5 തവണ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ടീം, മൊറോക്കോ പോലെ ഒരു കുഞ്ഞൻ രാജ്യത്തോട് അല്ലെങ്കിൽ സമീപകാലത്ത് വലിയ പ്രകടനം കാഴ്ചവെച്ച ടീമാണെങ്കിൽ പോലും മൊറോക്കോക്കെതിരെ സമനിലയിൽ കുരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഫുട്ബോൾ ലോകകപ്പിലെ ബ്രസീലിൻ്റെ വലിയ ആരാധകരുള്ള ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യവും കണക്കുകളും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അത് നിരാശ തന്നെയാണ്. ഇനി മത്സരം തീരാൻ വെറും 4 മിനിറ്റിൽ താഴെ മാത്രമാണ് സമയമുള്ളത്. ഇപ്പോൾ 1-1 സ്കോർ ഉള്ളത്. 21 മിനിറ്റിൽ ഇസ്മായിൽ സായ്ബാരിയിലൂടെ മൊറോക്കോയാണ് ആദ്യം മുന്നിലെത്തിയത്. തുടക്കം മുതൽ മൊറോക്കോയുടെ ആക്രമണമാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ബ്രസീലിന് 14 മിനിറ്റിൽ കിട്ടിയ ഒരു അവസരം കളഞ്ഞു തുലയ്ക്കുകയും അതിനുശേഷം സായ്ബാരി കൃത്യമായി കിട്ടിയ അവസരം വിനിയോഗിച്ച് 21 മിനിറ്റിൽ സ്കോർ ചെയ്തു. പക്ഷേ വൈകാതെ തന്നെ ബ്രസീലിൻ്റെ ഗോൾ വരുന്ന കാഴ്ചയാണ് കണ്ടത്. 32 മിനിറ്റിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം, ഈ ലോകകപ്പിൽ നെയ്മാർ ജൂനിയർ ഉണ്ടെങ്കിൽ പോലും ആ ടീമിൽ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന താരം റയൽ മാഡ്രിഡിൻ്റെ വിങ്ങർ വിനീഷ്യസ് ജൂനിയർ ഒരു തകർപ്പൻ ഗോളിലൂടെ ടീമിനെ മുന്നിലെത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതും ഒരു മികച്ച ഗോൾ, ഒരു ബ്രസീലിയൻ ഗോൾ അല്ലെങ്കിൽ വിനീഷ്യസ് ഗോൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 32 മിനിറ്റിൽ ടീമിൽ ഒപ്പമെത്തിച്ചു. പിന്നീട് ഇരു ടീമുകൾക്കും നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിൽ പോലും ഒന്നും തന്നെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ജാസിൻ മോണോയുടെ പ്രകടനമൊക്കെ തന്നെ എടുത്തു പറയേണ്ടതാണ്. രണ്ടാം പകുതിയിൽ റാഫീഞ്ഞയ്ക്ക് മുന്നിൽ കിട്ടിയ ഒരു അവസരം കൂടി തുലച്ചതോടുകൂടി ഇപ്പോഴും ബ്രസീലിന് ആ ഡെഡ് ലോക്ക് പൊട്ടിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ മത്സരം 100-ാം മിനിറ്റിലേക്ക്, അതായത് 90 മിനിറ്റിന് ശേഷമുള്ള 10 മിനിറ്റാണ് അഡീഷണൽ ടൈമായി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വരുന്ന ഈ സമയത്ത് പോലും ബ്രസീലിന് ആ ഡെഡ് ലോക്ക് പൊളിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. 97-ാം മിനിറ്റിൽ എത്തി നിൽക്കുമ്പോഴും ഇപ്പോഴും കൗണ്ടർ അറ്റാക്കുകളിലൂടെ കളി പിടിക്കാൻ ബ്രസീൽ നോക്കുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായി പ്രതിരോധം തീർക്കുകയാണ് മൊറോക്കോയ്ക്ക് ഇപ്പോൾ അവരുടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്, ഈ മത്സരം കാണാൻ അക്ഷമരായി ഈ പുലർച്ചെ 3:30-ക്കാണ് മത്സരം തുടങ്ങിയെങ്കിൽ പോലും നമ്മുടെ ടൈം സോണിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഘട്ടത്തിൽ പോലും മത്സരം കാണാൻ കണ്ടോ, കോഴിക്കോടാണെന്ന് തോന്നുന്നു. അവിടെ ഇത്രയും കാണികൾ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. ബ്രസീൽ ലോക ഫുട്ബോളിലെ തന്നെ അധികായന്മാരാണ്. എല്ലാ ലോകകപ്പുകളിലും കളിച്ച ടീമാണ്. 5 തവണ ജേതാക്കളായതാണ്. ഇത്തവണയും കിരീട സാധ്യതകളിൽ മുന്നിലുള്ള ടീമാണ്. വിനീഷ്യസ് ജൂനിയറും റാഫീഞ്ഞയും ബ്രൂണോ ഗുമേറസും കാസമീറോയും അടക്കം ഒരു പിടി വമ്പൻ താരങ്ങളുള്ള ടീമാണ്. ഈ ലോകകപ്പിലെ ഫേവറേറ്റുകളിലൊന്നാണ്. പക്ഷേ അവരുടെ ആദ്യ മത്സരം നിരാശയുടേതാകുമോ എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ബ്രസീൽ ആരാധകർ അവർ നിശ്ചലരായി. ഒരുപക്ഷെ വലിയ ആഹ്ലാദങ്ങളൊന്നുമില്ലാത്ത ആരാധകരെ കാണാം. അതോടൊപ്പം തന്നെ ബ്രസീലിൻ്റെ തോൽവി കാണാനിരിക്കുന്ന എതിരാളികളായുള്ള അർജന്റീന അടക്കമുള്ള ആളുകളെയും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലയിൽ കൈവയ്ക്കുന്ന നിമിഷങ്ങൾ കണ്ടറിയാം. ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന തരത്തിലല്ല ഇപ്പോൾ കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എന്തായാലും ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചോളം അല്പം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ബ്രസീലിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രം, സെക്കൻഡുകൾ മാത്രം ബാക്കിയാണ്. മലപ്പുറം മേൽമുറിയിലാണ് ബ്രസീൽ ആരാധകരുണ്ട്. എല്ലാ ടീമിലെയും ഫുട്ബോൾ ആരാധകർ ഒന്നടങ്കം ഈ കളി ഈ പറയുന്നത് പോലെ ഏതൊരു സമയത്തും 3:30-ക്ക് തുടങ്ങിയ കളിയാണ്. കളി ഇതാ അവസാന നിമിഷത്തിലും കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അർജന്റീനയ്ക്കും ബ്രസീലിനും പോർച്ചുഗലിനും ഒക്കെ ആരാധകർ കൂടുന്ന സമയത്തും ഇവിടെ വലിയൊരു ആവേശം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ അവസ്ഥ മൊറോക്കോ കോർണറിലൊക്കെയാണ്. എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. 1-1 എന്ന നിലയിൽ നിൽക്കുന്നു. അവസാന ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിലേക്ക് കളി പ്രവേശിക്കുന്ന സമയത്ത് പോലും അക്ഷമരായി കാത്തിരിക്കുന്നു, നെഞ്ചിരിപ്പോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ വലിയൊരു ആവേശവും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതിവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ബ്രസീൽ ആരാധകരൊക്കെ ഉണ്ട്. നമുക്ക് അവരിൽ നിന്ന് പ്രതികരണങ്ങൾ തേടാം. ഒരു നിരാശപ്പെടുത്തുന്ന പ്രകടനമായി പോയോ? കളി മെച്ചപ്പെടുകയാണ്. പക്ഷേ ലോകോത്തര മെച്ചപ്പെടാനുണ്ട്. സ്വയം വിമർശനം തന്നെയാണ്. സ്വയം വിമർശിക്കാൻ പറ്റൂലല്ലോ. നമ്മളെ ടീം ബ്രസീലല്ലേ? അതെ, ടീം ബ്രസീലാകുമ്പോൾ ലോകോത്തര ടീമാണ്. അത് കളി ക്ലിയർ ആവും. നെയ്മറൊക്കെ ഇറങ്ങിയിട്ട് ക്ലിയർ ആവും. നെയ്മർ ഇല്ലാത്ത വിനീഷ്യസ് ജൂനിയറൊക്കെ പ്രതീക്ഷ കൽപ്പിക്കുന്ന ഒരു താരം. നെയ്മർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആവുള്ളൂ. നെയ്മറിന്റെ അഭാവത്തിലാണ് എന്തായാലും ബ്രസീലിന് സമനിലയാണ് വന്നിരിക്കുന്നത്. മത്സരം അവസാനിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നത്.
ബ്രസീലിന് നിരാശയാണ്. അവരുടെ ആദ്യ മത്സരത്തിൽ സമനിലയിൽ കുരുങ്ങിപ്പോകുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ മൊറോക്കോ എന്ന കുഞ്ഞൻ രാജ്യത്തോട്, ആഫ്രിക്കൻ രാജ്യത്തോട് ഫുട്ബോളിലെ അധികായന്മാരായ ബ്രസീൽ സമനിലയിൽ കുരുങ്ങിയിരിക്കുന്നു. 1-1 എന്നതാണ് സ്കോർ നില. ബ്രസീൽ നിരവധി ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കാൻ അവസാന ഘട്ടത്തിലൊക്കെ തന്നെ ശ്രമിച്ചെങ്കിൽ പോലും ഒന്നും ബലം കാണുന്നില്ല. ബ്രസീൽ സമനിലയിൽ കുരുങ്ങിപ്പോകുന്നു. അവരുടെ ലോകകപ്പ് ക്യാമ്പയിന് ഒരു മോശം തുടക്കം, ഇല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന തുടക്കം എന്ന് തന്നെയാണ്. എല്ലാ ലോകകപ്പും കളിച്ച 23 ലോകകപ്പിലും പന്ത് തട്ടുന്ന ഒരേ ഒരു ടീം, 5 തവണ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ടീം. പക്ഷേ അവർക്ക് അവരുടെ ആദ്യ മത്സരം അത് നിരാശയുടേതാണ്. കാനറികളെ സമനിലയിൽ തളച്ചിരിക്കുകയാണ് മൊറോക്കോ. ഈ മത്സരത്തിൽ ഒരുപക്ഷെ ബ്രസീലിന് തോൽവിക്ക് തുല്യമായ ഒരു സമനിലയാണ് ഉണ്ടായിരിക്കുന്നത്. 1-1 എന്നതാണ് സ്കോർ. ആദ്യം ഇസ്മായിൽ സായ്ബാരിയിലൂടെ 21-ാം മിനിറ്റിൽ മൊറോക്കോയാണ് ഗോൾ നേടിയത്. ബ്രസീൽ വിനീഷ്യസ് ജൂനിയറിലൂടെ 32-ാം മിനിറ്റിൽ അതിന് മറുപടി ഗോൾ നൽകി. അവസാന നിമിഷങ്ങളിലടക്കം നിരവധി അവസരങ്ങൾ ബ്രസീലിന് കിട്ടിയതാണ്. ഒപ്പം തന്നെ മൊറോക്കോയും മത്സരം തീരുന്നതിന് തൊട്ടു മുമ്പ് മാർമോഷാണെന്ന് തോന്നുന്നു. മാർമോഷിന്റെ ആ ഉഗ്രൻ ഒരു കർവിംഗ് ഷോട്ട് അത് അലിസൺ ബക്കർ തടുത്തില്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ നാണം കെട്ട ബ്രസീൽ ഇന്നത്തെ ദിവസം ആദ്യത്തെ മത്സരം അവസാനിപ്പിക്കേണ്ടി വന്നേനെ. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തോൽവിക്ക് തുല്യമായ ഒരു സമനില തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയ പാരമ്പര്യമുള്ള ലോകകപ്പിലെ അധികായന്മാർ സൂപ്പർ ജയൻസ്, അവരെ ജയൻ കില്ലേഴ്സ് ആയിട്ടുള്ള മൊറോക്കോ സമനിലയിൽ തളച്ചിരിക്കുന്നു. മൊറോക്കോ സമീപകാലത്ത് ഫുട്ബോളിൽ വലിയ വലിയ വിസ്മയങ്ങൾ തീർക്കുന്ന ടീമാണ്. കഴിഞ്ഞ തവണത്തെ സെമി ഫൈനലിസ്റ്റുകളാണ്, ആഫ്രിക്കൻ ചാമ്പ്യന്മാരാണ്. ആ ടീം ബ്രസീലിനെ പോലെ ഒരു വമ്പൻ ടീമിനെ സമയം തളച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് അനീഷ് ദേവസിയുണ്ട്. അനീഷ്, ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന ഒരു ദിവസത്തിന്റെ തുടക്കം, ഇല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാത്തിരുന്നത് ബ്രസീലിന്റെ വിജയത്തിനായാണ്. വിനീഷ്യസ് ഗോൾ അടിച്ചപ്പോഴൊക്കെ തന്നെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ മടങ്ങുമ്പോൾ അവർക്ക് തലയിൽ കൈവച്ച് മടങ്ങേണ്ടി വരുന്നു, ഇല്ലെങ്കിൽ ഒരു നിരാശയോടുകൂടി മടങ്ങേണ്ടി വരുന്നു. ഇപ്പോൾ വിപിൻ സി വിജയൻ കൂടി ചേരുന്നു. വിപിൻ, ആരാധകർ കാത്തിരുന്നത് ബ്രസീലിന്റെ വിജയത്തിനായാണ്, കാനറികളുടെ ചിറകടിക്കായാണ്. പക്ഷേ അതുണ്ടായില്ല. കാത്തിരുന്ന പുലർച്ചെ ടിവിക്ക് മുന്നിൽ, ഇല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരുന്നത് ബ്രസീലിന്റെ ഒരു വമ്പൻ വിജയം, മൊറോക്കോയെ തകർത്തെറിഞ്ഞ് വലിയ വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത് ഉണ്ടാവുന്നില്ല. സമനിലയോടുകൂടി ഈ ഒരു നിരാശരായി എതിരാളികളുടെ പരിഹാസമേറ്റ് മടങ്ങേണ്ട കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും എന്താണ് അവിടുത്തെ ഒരു കാഴ്ച? ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം അവരുടെ ലോകകപ്പ് ക്യാമ്പയിൻ അങ്ങനെ ഒരു നല്ല രീതിയിലല്ല തുടങ്ങിയിരിക്കുന്നത്. അതെ അതെ, പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ വിജയം ബ്രസീലിനുണ്ടായിട്ടില്ല. സമനിലയിൽ തളയ്ക്കാൻ മൊറോക്കോയ്ക്ക് ആയിരിക്കുന്നു. അതിന്റെ ആവേശവും ഒപ്പം തന്നെ എതിരാളികൾ അത് യഥാർത്ഥത്തിൽ ഒരു തോൽവിക്ക് സമാനമായി എന്നാ പറയുന്നത്. നെയ്മറിന്റെ കുപ്പായി കണ്ട് എന്ത് പറയുന്നു? ഒന്നും പറയാനില്ലേ? അതാ തിരിച്ചു പോവുകയാണ്. ഇതിപ്പോ NGO ക്വാർട്ടേഴ്സ്, അതായത് കാക്കനാട് NGO ക്വാർട്ടേഴ്സിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് അപ്പോ കാണുന്നത്? ഞങ്ങൾ അർജന്റീനക്കാരാണ്. ഞങ്ങൾ ഇതിനെക്കാണ് വളരെ ദയനീയമായിട്ടൊരു തോൽവി പോലെ തന്നെയാണ് കാണുന്നത്. കാരണം ബ്രസീലിൽ ഇത്രയും വലിയ കാനറി പക്ഷികൾ ഉണ്ടായിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. നെയ്മർ ഇല്ലാത്തോണ്ടാണോ? നെയ്മർ ഉണ്ടായാലും കാര്യമില്ല, അവര് വലിച്ചു കീറി, അറബികളൊന്ന് കൊന്ന്. അടിപൊളി. അടുത്ത കളിക്ക് ഇനിയും വലിയ ഇമ്പ്രൂവ്മെന്റ് അടിക്കാൻ വരും. ഇതാ കളി കഴിഞ്ഞിട്ട് പല രീതിയിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? മുഖം മറക്കല്ലേ. ബ്രസീൽ അടുത്ത കളി എന്തായാലും തോക്കും. അർജന്റീന 3-0 അർജന്റീന എന്തായാലും പൊട്ടിയാല ഉറപ്പാ. ബ്രസീലുകാരൊന്നും കാണാനില്ല. ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇവിടെ വാ. ബ്രസീലുകാർ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറാവാത്ത സ്ഥിതിയാണ് കാക്കനാട് NGO ക്വാർട്ടേഴ്സിന് കാണുന്നത്. കാരണം എല്ലാവരും നിരാശയിലിരിക്കുകയാണ്. ഒപ്പം തന്നെ അർജന്റീനക്കാരുടെ കളിയാക്കൽ അതൊരു തോൽവിക്ക് സമാനം എന്നുള്ളതാണ് ഈ ഒരു വിജയത്തെ കാണുന്നത്. അപ്പൊ അടുത്തൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ലേ? പോർച്ചുഗൽ ഫാൻസ് ആണോ? അവർ അർജന്റീനക്ക് മാറിയതാണോ? അല്ലല്ല, അടുത്ത എങ്ങനെയാ പിടിക്കും? എന്തായാലും പിടിക്കും. ഇതൊന്നും കണക്കാക്കണ്ട അല്ലേ? കണക്കാക്കൂല. അപ്പോൾ ഇതിലൊന്നും തന്നെ തളരില്ല എന്നുള്ളതാണ്
ഇവരുടെ ഒരു സംസാരമുള്ളത്. ഓരോ ചർച്ചകളായിട്ടും അങ്ങനെ ഇവിടെയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരുമിച്ച് കളി കാണാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ എല്ലാ ഭാഗങ്ങളിലും ഒരുക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അത്രയേറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രസീലിന്റെ ഈ ഒരു സമനില എന്ന് പറയുന്നത് അത് ബ്രസീലുകാരെ സംബന്ധിച്ച തോൽവിക്ക് സമാനമായി തന്നെ ഉള്ള ഈ പറഞ്ഞതുപോലെ തന്നെ അതെ കസേരയിൽ നിന്നൊക്കെ തന്നെ ആളുകൾ മത്സരത്തിന്റെ ഒരു 100 മിനിറ്റ് വരെ കളി ഉണ്ടായിരുന്നു, 90+10. പക്ഷെ അത് തീരുന്നതിന് മുമ്പ് അതേ കളി തീർന്നു. ഒരുപക്ഷെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് ആഹ്ലാദം നടത്തേണ്ട ഒരു സ്ഥലമാണ്. കളി തീർന്ന ഏതാനും സെക്കൻഡുകളായി ഇതേ കസേര മടക്കി പോകാനുള്ള ധൃതിയായി. അത് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം എത്ര കണ്ട് നിരാശയുടേതായിരുന്നു എന്ന്. അതെ 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 ഒരാൾ പോലും ഇല്ല. അപ്പോഴേക്കും കസേരകളൊക്കെ തന്നെ എടുത്തു വെച്ചു. ഒറ്റയടിക്ക് തന്നെ അത് എല്ലാവരും ഒരുമിച്ച് ഒലിച്ചു പോകുന്ന പോലത്തെ ഒരു സ്ഥിതിയായിരുന്നു. കാരണം അത്രയേറെ നമ്മൾ ആദ്യം മുതൽ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബ്രസീലുകാരായിരുന്നു മുഴുവൻ ഉണ്ടായിരുന്നത്. ചെറിയ ഓരോ ഗോളിനുള്ള സാധ്യതകൾ വരുമ്പോഴും വലിയ സന്തോഷം, വലിയ ആരവം ഒക്കെ ഉണ്ടായിരുന്നു. അർജന്റീനൻ ഫാൻസ് ആണെങ്കിൽ അത് ഗോളാവില്ല, അവർ മൊറോക്കോയ്ക്ക് വേണ്ടിയും കയ്യടിയും ആരവങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ പല ഭാഗങ്ങളിൽ അവരൊക്കെ കൂടി നിന്നിട്ടുള്ള ചർച്ചകളിലേക്ക് ഇതിനോടകം തന്നെ കടന്നിരിക്കുകയാണ്. അപ്പോൾ ആഞ്ചലോട്ടി വലിയൊരു ആവേശം കാണിക്കും, അല്ലെങ്കിൽ ഒരു വലിയ വിജയത്തുടക്കം ഉണ്ടാകും കാനറി പക്ഷികൾക്ക് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ഉണ്ടായില്ല. മൊറോക്കോയ്ക്ക് സമനിലയിൽ അവരെ തളയ്ക്കാൻ സാധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മൊറോക്കോ അവസാന നിമിഷം വരെ വളരെ അക്രമോത്സവമായിട്ടുള്ള കളി തന്നെ അവർക്ക് പുറത്തെടുക്കാനും സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയായിരിക്കും ബ്രസീലിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ ഓരോ കാലഘട്ടത്തിലും വലിയ വലിയ താരങ്ങളെ വെച്ചുകൊണ്ട് തന്നെയാണ് ബ്രസീലിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അതിന് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഒരു ജൂനിയർ വിനീഷ്യസിന് അപ്പുറത്തേക്ക് മറ്റാര് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരവില്ല. അത്തരത്തിൽ ഒരു ഇടർച്ച ബ്രസീലിനുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആദ്യത്തെ മത്സരം. പക്ഷേ തിരിച്ചു വരുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ ഓരോ ബ്രസീലിയൻ ആരാധകരുള്ളത്. ഞാനടക്കം ഈ മഞ്ഞ കുപ്പായൊക്കെ ഇട്ട് വന്ന് പക്ഷേ പ്രതീക്ഷിച്ച ഒരു വിജയം ഉണ്ടായിട്ടില്ല. മത്സരത്തിൽ കാണാം. അത് തന്നെയാണ് അടുത്ത മത്സരത്തിൽ കാണാമെന്ന് തന്നെയാണ്. വളരെ ഒക്കേഷനിലാണ് ബ്രസീൽ ഇങ്ങനെ അവരുടെ ഓപ്പണിംഗ് മാച്ചസിൽ സമനിലയിൽ കുരുങ്ങിയിട്ടുള്ളത്. ഇതിനു മുമ്പ് 1958 അവരുടെ ചരിത്രത്തിൽ ആദ്യ ലോകകപ്പ് നേടുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെ സമനിലയിൽ കുരുങ്ങിക്കൊണ്ടായിരുന്ന തുടക്കം. ഇത്തരം കണക്കുകളാണ് ഒരുപക്ഷെ ബ്രസീൽ ആരാധകർക്ക് ഈ ഘട്ടത്തിൽ ആശ്വാസം നൽകുന്നത്. ഒപ്പം തന്നെ അർജന്റീന കഴിഞ്ഞ ലോകകപ്പിൽ ആദ്യ മത്സരം തോറ്റു തുടങ്ങിയതാണ് സൗദി അറേബ്യയോട്. പിന്നീട് അവിടെ നിന്ന് കയറി വന്ന കപ്പടിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ബ്രസീലിന് ഇപ്പോൾ ആശ്വസിക്കാൻ, അല്ലെങ്കിൽ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ തഗ് ഭാഷയിൽ, അല്ലെങ്കിൽ ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ ക്യാപ്സിയോൾ അതായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അനീഷ് കൂടി ചേർന്നു. അനീഷ് കോഴിക്കോട് നിന്നാണ്. അനീഷ്, ഒരുപക്ഷെ വലിയ കാണികൾ കാത്തിരുന്നത്, വലിയ കാണികളെ നമ്മൾ അവിടെ കണ്ടു, അവർ കാത്തിരുന്നത് ബ്രസീലിന്റെ വിജയത്തിനാണ്. അതിനുശേഷം ഈ പുലർച്ചെ അല്ലെങ്കിൽ ഈ രാവിലെ തുടങ്ങുന്നത് വലിയൊരു മഞ്ഞക്കടലാക്കി മാറ്റി വലിയൊരു ആഘോഷത്തോടു കൂടി തുടങ്ങാനായിരുന്നു. പക്ഷേ അതുണ്ടാവുന്നില്ല എന്ന കാഴ്ചയാണ്. അതേസമയം എതിരാളികൾക്ക് ആഘോഷിക്കാനുള്ള നിമിഷം കൂടിയാണ്. അല്ല, അങ്ങനെ വേണം കരുതാൻ. ഏതായാലും ഇന്നലെ കണ്ട ഒരു ആവേശം ഇന്നിപ്പോൾ പുലർച്ചെ 5:30 കാണാനില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഒരു വമ്പൻ അട്ടിമറി നടക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ആ അട്ടിമറി ഇന്ന് നടന്നുണ്ടായില്ല. ഏകദേശം ഇന്നലെ നമ്മൾ ഈ ഫാൻസുകാരോട് നമ്മൾ ചോദിച്ചപ്പോൾ 5 ഗോളിലെങ്കിലും മൊറോക്കോനെ അവർ തകർക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന്നുണ്ടായില്ല. 1-1 സമനിലയിലെ കളി അവസാനിച്ചിരിക്കുന്നു. ചേട്ടാ, പ്രതീക്ഷിച്ചത്ര ഒരു വിജയം നേടിയില്ല, എന്ത് തോന്നുന്നു? പ്രതീക്ഷിച്ചത്ര വിജയം നേടിയില്ലെങ്കിലും നല്ലൊരു വിജയമാണ് നേടിയെന്നത്. വിനീഷ്യസ് ജൂനിയർ ഗോൾ ഒരു ആവേശത്തിലേക്ക് നേരിട്ടുണ്ട് ബ്രസീൽ ഫാൻസുകാരെ. അതിന് വലിയ അഭിമാനം. അടുത്ത കളി തിരിച്ചടിക്കുന്നു. അടുത്ത കളി തിരിച്ചു പിടിക്കും. അടുത്ത കളി എന്തായാലും തിരിച്ചടിക്കും. ഒരു 3 ഗോൾ ലീഡറെങ്കിലും ജയിച്ചിരിക്കും അടുത്ത കളി. വേൾഡ് കപ്പ് ഞങ്ങൾക്കുള്ളതാണ്, അത് വിട്ടുകൊടുക്കില്ല ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതിനെ ഞങ്ങളുടെ തോൽവി കാണാൻ വന്ന എല്ലാ ആളുകളും വീട്ടിൽ പോയി ഉറങ്ങിക്കളയാണ് നിങ്ങൾ പറയാനുള്ളത്. ട്രോളന്മാർ ആഘോഷം തുടങ്ങി. പിന്നെ ഉറപ്പായിട്ടും ആവേശങ്ങൾ ലോകകപ്പ് പ്രഖ്യാപിച്ച മുതൽ ഇത് ഞങ്ങൾക്കുള്ളതാണ് ഉറപ്പിച്ചതാണ്. അത് അർജന്റീനയുടെ കഴിഞ്ഞ പ്രാവശ്യം ഒത്തുകളിയും മൊറോക്കോ ആദ്യം ഗോൾ അടിച്ചപ്പോൾ ചെറിയൊരു നെഞ്ചിടിപ്പ് കൂടിയായിരുന്നു. ഗോൾ അടിച്ച് തിരിച്ചടിച്ചപ്പോൾ പിന്നെ ഫസ്റ്റ് ഹാഫിൽ വീണ്ടും തിരിച്ചടിക്കുന്ന പ്രതീക്ഷയിലാണ് നിന്നത്. ആ ഫസ്റ്റ് ഹാഫിൽ തന്നെ തിരിച്ചടിച്ചും ചെയ്തിട്ടുണ്ട്. കളി സമനില ചെറിയ നിരാശയുണ്ട്. ഇത്തവണ സ്വർണ്ണക്കപ്പിൽ മുത്തമിടില്ല എന്ന് തോന്നുന്നു. യാത്ര കളി കണ്ട് മുത്തമിട്ട് സാധനപ്പ് കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അനില, അങ്ങനെ വേണം കരുതാൻ. ഈ ബ്രസീൽ ആരാധകരെല്ലാം കടുത്ത നിരാശയിലാണ്. എന്ത് തോന്നുന്നു? നമ്മൾ വിചാരിച്ച രീതിയിൽ ഒരു കളി നടന്നില്ലല്ലോ. സന്തോഷം തോന്നുന്നു. ബ്രസീലിലെ തോൽവി കാണാമെന്ന ജനങ്ങൾ അത് ഫുള്ളും ഓരോ മുമ്പിൽ നമുക്കൊരു തല ഉയർത്തി നടക്കാമല്ലോ. മൊറോക്കനെതിരെ നമ്മളെ തോൽക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ ജയിച്ചു. ചേട്ടാ, എന്ത് തോന്നുന്നു കളിയാവേശം? കളി നല്ല കളിയാ കളിച്ചത്. നെയ്മർ പോലും ഇല്ലാതെ പിടിച്ചു നിന്നെങ്കിൽ ബ്രസീൽ അടുത്ത ട്രോഫി നേടുന്നുള്ള ഉറപ്പാണ്. മൊറോക്കനെ പോലെ ടീമിനോട് 1-1 സമനില വഴങ്ങാന്ന് പറഞ്ഞാൽ ബ്രസീലിനെ സംബന്ധിച്ചോളം തന്നെ മോശം ടീമല്ല, വമ്പൻ ടീം തന്നെയാണ് മൊറോക്ക. അതിനായിട്ട് പിടിച്ചു നിന്ന് നെയ്മർ പോലും ഇല്ലാതെ
ഈ എടുത്ത് സമനില വലിച്ചെങ്കിലേ അടുത്ത കളിയിലൊക്കെ ഈസി ഒക്കെ. അനില, അങ്ങനെ വേണം. ആരാധകർ ഏതായാലും കടുത്ത നിരാശയിലാണ്. എങ്കിലും അടുത്ത കളി കാണാമെന്നാണ് അവരോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റാളുകളോട് പ്രതികരണം ചോദിക്കാം. ചേട്ടാ, അർജന്റീന ഫാൻസിനോട് എന്താണ് ഇപ്പൊ പറയാനുള്ളത്? അർജന്റീനക്കാർ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ, സുഖമായിട്ട് കിടന്നുറങ്ങും. അർജന്റീനക്കാർക്ക് അവർ ട്രോൾ ഇറക്കി തുടങ്ങി. ട്രോൾ ഇറക്കാനല്ലോ ഓൽക്കുന്ന വേറെ പണി. അവരെ സംബന്ധിച്ചോളം ട്രോള് മാത്രമാണ്. അതായത് പണ്ട് മുതലേ അവർക്ക് ട്രോളാൻ അറിയുള്ളൂ, കളിക്കാൻ അറിയില്ല. കൈകൊണ്ട് ഗോൾ അടിച്ചുകൊണ്ടു വേൾഡ് കപ്പ് നേടാൻ അവർക്ക് അറിയുള്ളൂ അല്ലേ? കാലുകൊണ്ട് കളിക്കാൻ അർജന്റീനക്കാർക്ക് ആർക്കും അറിയോ? അവർക്കറിയില്ല. ഒന്ന് ട്രോളായിരുന്നു, കൈകൊണ്ട് ഗോൾ അടിച്ചിട്ട് ജയിക്കാനും അതേ അവർക്ക് അറിയുള്ളൂ. അനില, അങ്ങനെ വേണമെന്ന് മനസ്സിലാക്കാൻ. ആരാധകരേതായാലും കടുത്ത നിരാശയിലാണ്. വരും കളിയിൽ മികച്ച പെർഫോമൻസ് ബ്രസീലെ കാഴ്ചവെക്കുമെന്നാണ് അവരും പറയുന്നത്. ഏതായാലും 6ാമത്തെ ഈ കപ്പ് നേടാൻ ബ്രസീലിന് ആകട്ടെ. ആരായിരിക്കും ഇത്തവണ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്നതെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശയുടെ ഒരു തുടക്കം എന്ന് തന്നെ, ഈ ലോകകപ്പ് ക്യാമ്പയിന്റെ തുടക്കം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നവർ കാത്തിരുന്നതാണ് ഈ പോരാട്ടത്തിന്. നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് അമേരിക്കയിലെ ഈ മത്സരം നടക്കുന്ന ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമ്മുടെ പ്രതിനിധി, അമേരിക്കയിലെ പ്രതിനിധി മധു കൊട്ടാരക്കര ഈ മത്സരം കാണാൻ അവിടെ ഉണ്ടായിരുന്നു, മത്സരം റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പകർത്തിയ ദൃശ്യങ്ങളാണ്, അദ്ദേഹം പ്രിയ പ്രേക്ഷകർക്കായി നൽകുന്ന വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. ബ്രസീലിൻ്റെ പ്രിയ താരങ്ങളെയൊക്കെ തന്നെ നമുക്ക് ഈ മുൻനിരയിൽ നിന്ന് അദ്ദേഹം തന്നെ പകർത്തിയ ദൃശ്യങ്ങൾ കാണാം. വിനീഷ്യസിനെ അടക്കമുള്ള താരങ്ങളെ കാണാം. എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം തുടക്കം, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കാത്ത ഒരു തുടക്കം എന്ന് പറയാം. ഒരുപക്ഷെ വേറൊരു ആംഗിളിൽ നോക്കിക്കാണുകയാണെങ്കിൽ ബ്രസീലിൻ്റെ സമീപകാലത്തെ പരിക്കും അവരുടെ മോശം ഫോമും, ഇല്ലെങ്കിൽ ലോകകപ്പിന് പോലും തട്ടിമുട്ടി കയറിയത് പോലും യോഗ്യത നേടിയതും അടക്കം നോക്കുമ്പോൾ ബ്രസീലിന് വേറൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ മൊറോക്കോ പോലെ സമീപകാലത്ത് വലിയ പ്രകടനം കാഴ്ചവെച്ച ടീമിനെതിരെ ഈ സമനില പോലും ഒരു വലിയ കാര്യമെന്ന് പറയുന്ന ആരാധകരുമുണ്ട്. നമ്മുടെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലും ഒപ്പം തന്നെ യൂട്യൂബ് ലിങ്കിലും ഒക്കെ തന്നെ പറയുന്നത് ഡ്രോ വിത്ത് മൊറോക്കോ, ഗുഡ് സ്റ്റാർട്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ശക്തരായ മൊറോക്കോയെ സമനില തളച്ച് ബ്രസീൽ അടക്കം, അങ്ങനെ ആരാധകരും കമന്റുകളിൽ നിറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള നിരാശ ബ്രസീലിനെ സംബന്ധിച്ചപ്പോൾ മലപ്പുറത്തുനിന്ന് ഒരിക്കൽ കൂടി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, കുറച്ചു മുമ്പ് നമ്മളൊരു ചേട്ടനെ കണ്ടു, ഒരു സ്വയം വിമർശനമാണോ ചോദിച്ചപ്പോൾ ഞങ്ങൾ വിമർശിക്കില്ല, അത്ര പോലും മറ്റേ ഒരു തരത്തിലും ആരാധകർക്ക് മുന്നിൽ അല്ലെങ്കിൽ എതിരാളികൾക്ക് മുന്നിൽ തലകുനിക്കാൻ തയ്യാറാത്തതാണ് ആ ചേട്ടൻ്റെ പോരാട്ട വീര്യമെന്ന് അവരൊറ്റ ഡയലോഗിൽ മനസ്സിലായി. എന്താണ്, വലിയ നിരാശയായിരുന്നു സത്യത്തിൽ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും ഇത്തരത്തിലൊരു സമനില ബ്രസീൽ ആരാധകർ എന്തായാലും പ്രതീക്ഷിച്ചതല്ല. മികച്ചൊരു കടന്നുവരവ് ലോകകപ്പിലേക്ക് ബ്രസീൽ ഉണ്ടാകണമെന്നൊരു പ്രതീക്ഷ ബ്രസീൽ ആരാധകർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് പല ബ്രസീൽ ആരാധകർക്കിടയിലേക്ക് പോയ സമയത്തൊക്കെ അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അത്തരത്തിൽ നിരാശപ്പെടുത്തുന്ന ഒരു ഫലമാണ് ഉണ്ടായിട്ടുള്ളത്. ചില അവസരങ്ങളൊക്കെ കളഞ്ഞു കുടിക്കുകയൊക്കെ ചെയ്യുന്നത് അതേ ചേട്ടൻ, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ചേട്ടൻ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ബ്രസീൽ ഇനി ഉയർന്നു വരേണ്ടതുണ്ട്. നെയ്മർ വന്നു കഴിഞ്ഞാൽ ഈ പാകപ്പഴമൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണോ? പരിഹരിച്ച് മുന്നോട്ട് പോകും. ഒരു താരത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബ്രസീൽ ഇപ്പോഴും നിൽക്കുന്നത്. നെയ്മർ വന്നിട്ടുണ്ടെങ്കിൽ നെയ്മറിനെ കേന്ദ്രീകരിക്കും ബാക്കിയുള്ള പ്ലേയേഴ്സ്. അപ്പോൾ സുഖമായിട്ട് ബ്രസീലിനെ അടിച്ചു കയറാൻ കഴിയും. നെയ്മറിനെ തളച്ചിടാൻ 3-4 താരങ്ങൾ വരികയും ആ സമയത്ത് ബ്രസീലിനെ സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത് അതാണ് മെയിനായിട്ടുള്ളത് തന്നെയാണ്. ചേട്ടനല്ലാതെ വേറെ ആരും ബ്രസീലുകാരും ഇല്ല, എല്ലാവരും പോയോ? ഇത് തുടക്കം മാത്രമാണ്. ആദ്യത്തെ മത്സരം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അവിടെ ഒരുപാട് മത്സരങ്ങൾ ബാക്കി കിടക്കാണ്. ഇപ്പോൾ സമനില മാത്രം. മൊറോക്കോ എന്ന് പറയുന്നത് എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരു ടീമല്ല. കഴിഞ്ഞ വർഷം നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ സെമി ഫൈനലിസ്റ്റുകളാണ് അവര്. ആ 3ാം സ്ഥാനക്കാരാണ്. അവരുമായിട്ട് സമനിലയിൽ വരിക എന്ന് പറയുന്നത് ബ്രസീലിനെ സംബന്ധിച്ച നേട്ടമാണ്. അതും ആദ്യം ഗോള് വഴങ്ങിയതിനു ശേഷം തിരിച്ചടിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നെയ്മർ വരികയും ടീമിന് ഒന്നുകൂടെ സെറ്റ് ആവുകയും ചെയ്താൽ അടുത്ത മത്സരങ്ങൾ നല്ല രീതിയിലുള്ള പ്രകടനം ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മുന്നേറ്റം ഈ വേൾഡ് കപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. അവസരങ്ങൾ കളഞ്ഞു കുടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ആദ്യഘട്ടങ്ങളൊക്കെ എത്തിയോ? തീർച്ചയായിട്ടും ഇന്നത്തെ കളി നിലവാരം കാര്യമായ ഒരു നിലവാരത്തിൽ എത്തിയിട്ടില്ല. ബ്രസീലിന്റെ ശരിയായ കളി ശൈലിയിലേക്ക് എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ട് നിരാശയുണ്ട്. പക്ഷേ അടുത്ത മത്സരങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രസീൽ ആരാധകർ മാത്രമല്ല, ബ്രസീലിനെ വലിച്ചു കയറാൻ വേണ്ടി മറ്റ് പോർച്ചുഗലുണ്ട്, അർജന്റീനക്കാരൊക്കെ ഉണ്ട്. എന്താ പറയാനുള്ളത്? നമ്മൾ അർജന്റീന തന്നെയാണ്. നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, മൊറോക്കോനെ കിട്ടിയ ഒരു സമനില കിട്ടിയത് തന്നെ ബ്രസീലിനെ സംബന്ധിച്ച് നല്ലൊരു കിട്ടലാണ്. അതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്ര തന്നെ ഉള്ളൂ. ബ്രസീല് ഒരു മൊറോക്കനോട് സമനില കിട്ടിയത് ഓൾക്ക് ജയിച്ചതുപോലൊക്കെ അല്ലെങ്കിൽ വലിയ മെച്ചമാണ് തോന്നുന്നുണ്ടെങ്കിൽ. സൗദി അറേബ്യനായിട്ടും കഴിഞ്ഞ കൂടെ അർജന്റീന തോറ്റില്ലേ, അതേമാതിരി തന്നെ ഇത് മൊറോക്കോ പറഞ്ഞ നല്ല ടീമാണ്. കഴിഞ്ഞതിൽ 3ാം സ്ഥാനത്തല്ല ഫിനിഷ് ചെയ്ത് നല്ല ടീമിനായിട്ടുള്ള കളിച്ച് സമനില പിടിച്ചില്ലേ, നല്ലൊരു റിസൾട്ട് തന്നെയാണിത്, അതിലൊരു സംശയമില്ല.
അല്ല നമ്മൾ അത്രേനെ പറഞ്ഞിട്ടുള്ളൂ. ഓൽക്ക് ഇവരെ സംബന്ധിച്ച് ഇത് വലിയൊരു നല്ല റിസൾട്ടാണ് ഓൽക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്രേനെ ഉള്ളൂ ബ്രസീല്, അത്രേ ഉള്ളൂ. കാണാൻ പറ്റും. ബ്രസീൽ ബ്രസീൽ ഔട്ടാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുന്ന കാര്യം. ബ്രസീൽ തിരിച്ചു വരട്ടെ, അത്രേ പറയാം. അനില്, ബ്രസീലിന്റെ ഇത്തരത്തിലുള്ള സമനില അതെന്തായാലും എല്ലാവരും ആഗ്രഹിക്കുന്നതല്ല. മൊറോക്കോ എന്ന ടീമിനെ അങ്ങനെ എഴുതിത്തള്ളാൻ സാധിക്കുന്ന ഒരു ടീമല്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഫിഫ റാങ്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ 6-7 സ്ഥാനക്കാരാണ് ബ്രസീൽ. അൺബീറ്റഡായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ടീമാണ് മൊറോക്കോ. അപ്പോൾ ഇതാ വലിയ ആവേശത്തിലാണ് ഈ എല്ലാ ആളുകളൊക്കെ എന്തായാലും ഉള്ളത്. ബ്രസീലിന്റെ ഈ സമനിലയിൽ അർജന്റീന ആരാധകർ വലിയ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. കാരണം ഇനി അർജന്റീന കളി വരാനിരിക്കുന്നതേ ഉള്ളൂ. ബ്രസീൽ തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷ ബ്രസീൽ ആരാധകർ പങ്കുവെക്കുന്നു. അടുത്ത കളിയിലൂടെ നെയ്മർ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നു. നെയ്മറിലേക്ക് ബാക്കിയുള്ള താരങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ബ്രസീലിന് നന്നായി മുന്നേറാൻ സാധിക്കുന്ന ഒരു പ്രതീക്ഷയൊക്കെയാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും ഈ സമനിലയിലും ബ്രസീൽ ആരാധകർക്ക് കൃത്യമായ ഒരു നിരീക്ഷണമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു മറുപടിയുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അതേസമയം തന്നെ ഒരു ആത്മവിമർശനം അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. അനിൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.